ഓൺലൈൻ ക്ലാസ് ഓഫ് അക്കാഡമി പകൽക്കുറി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ലെസൺ അല്ലേ ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ്? ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് രസകരമായ പാഠങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച 5 യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത് അല്ലേ. 5 യൂണിറ്റിലെ ഫസ്റ്റ് യൂണിറ്റ് ഏതായിരുന്നു? ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം. സ്ത്രീ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതായിരുന്നു ഒന്നാമത്തെ യൂണിറ്റ്. അതിലെ ലെസൺസ് ഞാൻ ഏറെക്കുറെ പേരുകളെല്ലാം പരാമർശിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പാഠം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഏതായിരുന്നു? 3 L's ഓഫ് എംപവർമെന്റ്. അതിൽ കുറച്ച് ഭാഗം കൂടി നമുക്ക് തീർക്കാനുണ്ട്. ഒപ്പം ഇന്നൊരു പുതിയ പാഠം കൂടി നമുക്ക് എടുക്കാം. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം അല്ലെ. ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം ആണ് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ്. സ്ത്രീ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ പാഠം നമ്മൾ പഠിച്ചതാണ് 3 L's ഓഫ് എംപവർമെന്റ്. 3 L's ഓഫ് എംപവർമെന്റ് ആണ് നമ്മൾ ഒന്നാമത് പഠിച്ചത്. അതിനകത്ത് 3 L'കളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്: ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ട 3 L'കൾ എന്തൊക്കെയാണ്? ലേണിംഗ്, ലേബർ, ഇനി ഒരു L'ൂടെ നമുക്ക് പഠിക്കാനുണ്ട്, ലീഡർഷിപ്പ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷം പുതിയൊരു പാഠത്തിലേക്ക് പോകും. എനി വുമൺ. എനി വുമൺ എന്ന് പറയുന്ന മനോഹരമായ കവിതയാണ്. ഇറ്റ് വാസ് റിട്ടൺ ബൈ കാതറിൻ ടിനാൻ. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ ന്യൂ ലെസൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒന്നാമത്തെ യൂണിറ്റ് ആയിരുന്നു. ഒന്നാമത്തെ യൂണിറ്റ് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഏതായിരുന്നു ഒന്നാമത്തെ യൂണിറ്റ്? ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം. ഫ്ലൈറ്റ്സ് ഞാൻ പറഞ്ഞ ഓരോ യൂണിറ്റും ഓരോ തീം ബേസ്ഡാണ്. അപ്പം നിങ്ങളുടെ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം. അപ്പോൾ അത് എന്താണ്? സ്ത്രീ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട യൂണിറ്റാണ് ഒന്നാമത്തത്. അപ്പോൾ അതിനകത്തൊരു ഫസ്റ്റ് കോട്ട്സ്, ഒരു കൊട്ടേഷൻ ഞാൻ പറഞ്ഞായിരുന്നു. ആരാണ് പറഞ്ഞത്? ഷാർലറ്റ് ബ്രോണ്ടി പറഞ്ഞല്ലേ? ഐ ആം നോ ബേർഡ് ആൻഡ് നോ നെറ്റ് എൻസ്നേഴ്സ് മീ. ഐ എം എ ഫ്രീ ഹ്യൂമൻ ബീയിങ് വിത്ത് ആൻ ഇൻഡിപെൻഡൻറ്റ് വിൽ. അപ്പോൾ അതിനകത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന പാഠം എന്ന് പറയുന്നത് ഒന്നാമത്തെ പാഠമാണ് അല്ലേ. അതിൽ 4 സ്ത്രീകളെ കുറിച്ചൊക്കെ ഞാൻ പരാമർശിച്ചു. സ്മിത പാറ്റിൽ, ഹെലൻ ബോർഡൻ, പിന്നെ മേരി കോം, അതുപോലെ തന്നെ JK റൗളിംഗ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന പാഠം എന്ന് പറയുന്നത് 3 L's ഓഫ് എംപവർമെൻ്റ് ആണ്. നമുക്കറിയാം സ്ത്രീ ശാക്തീകരണത്തിന് 3 L'കൾ അത്യാവശ്യമാണെന്നുമാണ് ആര് പറയുന്നത്? ക്രിസ്റ്റീന ലെഗാർഡി പറയുന്നത്. ആ 3 L'കൾ ഏതൊക്കെയാണെന്ന് 2 L'കൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഏതൊക്കെയാണ്? ലേണിംഗ് ആൻഡ് ലേബർ. ഇനി മൂന്നാമത്തെ L'നെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്, ലേബർ. ഓക്കെ, അപ്പം ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ് അല്ലേ. അപ്പം ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലേണിംഗ്, സെക്കൻഡ് എന്ന് പറയുന്നത് ലേബർ, തേർഡ് എന്ന് പറയുന്നത് ലീഡർഷിപ്പ് അല്ലേ. അപ്പം നമ്മളതിൽ മൂന്നാമത്തേതായ ലേബർ അല്ല, ഏതാണ്? ലീഡർഷിപ്പ്. മൂന്നാമത്തെ ലീഡർഷിപ്പാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്നും അല്ലെങ്കിൽ കയ്യിലുണ്ടെന്നും അത് വായിച്ച് നോക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇല്ലാത്തവർ ഈ വീഡിയോ കാണുമ്പോൾ അവർ ആ ടെക്സ്റ്റ് ബുക്ക് ഉൾപ്പെടെയാണ് ഈ വീഡിയോ കൊടുത്തേക്കുന്നത്. അപ്പോൾ വായിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഓക്കെ, അപ്പം ഫസ്റ്റ് എല്ലാം എന്താണ്? ലേണിംഗ്, സെക്കൻഡ് ലേബർ, തേർഡ് എന്താണ്? ലീഡർഷിപ്പ്. അതിനകത്ത് ആഫ്രിക്കൻ അഡേജ്, ആഫ്രിക്കൻ ചൊല്ല് പറയുന്നുണ്ടല്ലോ. എന്താണത്? ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത തേർഡ് ആയ ലീഡർഷിപ്പിലോട്ട് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലേ, ലേണിംഗ് ആൻഡ് ലേബർ ആർ കീ ഫാക്ടേഴ്സ്. ദെൻ ദ ലാസ്റ്റ് L, that is leadership. The third L is leadership, that enables women to rise and fulfill their innate abilities and talents. Here there is plenty of room for improvement. The irony is that when women lead, they tend to do as good a job as others, if not a better job. They are more likely to make decisions based on consensus building, inclusion, compassion, and with a focus on long-term sustainability. It is true that women sometimes lack the confidence to match their competence, but they need to change their mindset and reset the narrative in their favor. So it is essential that women be ready to dare the difference, to take a risk and step outside their comfort zones. Nonetheless, even those with the drive to succeed continue to face barriers, whether we are talking about providing primary education for girls in a village or executive positions for women to business. It is time to create a world where all women can
meet their potential without impediment or prejudice, and the world will reap the benefits. The 3 L's will help us get there. If we dare the difference will deliver. The third L is leadership, that enables women to rise and fulfill their innate abilities and talents. മൂന്നാമത്തെ L എന്താണ്? ലീഡർഷിപ്പാണ്. അപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീകൾക്ക് അവരുടെ ഇന്നേറ്റ് എബിലിറ്റീസ് അല്ലേ, ചില കഴിവുകളുണ്ടാവും, ആന്തരികമായ അല്ലെങ്കിൽ അവരിൽ ഉറങ്ങിക്കിടക്കുന്ന ചില കഴിവുകൾ, അല്ലെങ്കിൽ അവിടെ യഥാർത്ഥ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. അവർക്ക് എന്തുണ്ടെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്കൊരു ലീഡറായി കഴിഞ്ഞാൽ ദേ ക്യാൻ ഡെവലപ്പ് ദെയർ innate abilities and talents. Here there is plenty of room for improvement. ഇപ്പോൾ ഇവിടെ ഒരുപാട് അവസരങ്ങളുണ്ട് എന്തിനാണ്? പുരോഗതിക്ക്. അതുപോലെ തന്നെ എന്താണ്, ഒരുപാട് സാധ്യതകൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സമൂഹത്തിലുണ്ട് അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. The irony is that when women lead they tend to do as good a job as others. ഇപ്പം നമ്മളൊരാളെ നയിക്കുമ്പോഴത്തേക്ക് നമ്മളവർക്ക് റോൾ മോഡലായിരിക്കണം അല്ലേ. അപ്പം സ്ത്രീ മറ്റുള്ളവരെ നയിക്കുമ്പോഴത്തേക്ക് അവരെ നല്ല ഒരു മേഖലയിൽ നല്ലൊരു പ്ലേസിൽ ഇരുന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ഉയർച്ചയിലുണ്ടെങ്കിൽ മാത്രമേ അവർ മറ്റുള്ളവരെ നയിക്കാൻ അവർക്ക് സാധിക്കത്തുള്ളൂ. The irony is that when women lead they tend to do as good job as others, if not a better job. They are more likely to make decisions based on consensus building, inclusion, compassion and with a focus on long term sustainability. എങ്കിൽ മാത്രമേ അവർക്ക് എന്താണ് അക്കോമഡേഷൻ, അതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലെയും അവരെ ഇൻക്ലൂഡ് ചെയ്യത്തുള്ളൂ അല്ലേ. അല്ലാത്ത പക്ഷം അവരെന്ത് ചെയ്യത്തില്ല, എല്ലായിടത്തും ഒരു അവഗണന അവർക്ക് ഫീൽ ചെയ്യും അല്ലേ. ദേ ആർ മോർ ലൈക്ലി ടു മേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ കൺസെൻസസ് ബിൽഡിംഗ്, ഇൻക്ലൂഷൻ, കമ്പാഷൻ ആൻഡ് വിത്ത് എ ഫോക്കസ് ഓൺ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി. Next, it is true that women sometimes lack the confidence to match their competence. പലപ്പോഴും സ്ത്രീകൾക്ക് അവരുടേതായ ഒരു കോമ്പറ്റൻസ്, ഒരു എബിലിറ്റി അല്ലേ, പലപ്പോഴും സക്സസ് ആയിട്ട് അവർക്ക് ഏൺ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. ബട്ട് ദേ നീഡ് ടു ചേഞ്ച് ദാറ്റ് മൈൻഡ് സെറ്റ് ആൻഡ് റീസെറ്റ് നറേറ്റീവ് ഇൻ ദിയർ ഫേവർ. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് വിമൻ ബി റെഡി ടു ഡെയർ ദ ഡിഫറൻസ്. ഇപ്പോൾ സ്ത്രീകൾക്ക് അവർ ഡെയർ ദ ഡിഫറൻസ്, ഈ വ്യത്യാസം ഉൾക്കൊള്ളണം. വീട്ടിനുള്ളിൽ അടച്ചുകൂടി ഇരിക്കാതെ മുന്നോട്ട് വരണം അല്ലേ. ഒരു ലീഡറൊക്കെ ആയി അല്ലെങ്കിൽ സമൂഹത്തെ നയിക്കാൻ പറ്റണം. ടു ടേക്ക് റിസ്ക് ആൻഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺസ്. വീട്ടിനകത്ത് സുരക്ഷയോടെ ഒതുങ്ങിക്കൂടി ഇരിക്കാതെ മുമ്പോട്ട് വരിക തന്നെ വേണം അല്ലേ. ടു ടേക്ക് റിസ്ക് ആൻഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺസ് ആൻഡ് നെവർതheless ഈവൻ ദോസ് വിത്ത് ദ ഡ്രൈവ് ടു സക്സീഡ് കണ്ടിന്യൂ ടു ഫേസ് ബാരിയേഴ്സ്. പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അല്ലേ, അത് തരണം ചെയ്യണം, അതിൽ മുന്നോട്ട് തന്നെ വരണം. വെദർ വി ആർ ടോക്കിംഗ് അബൌട്ട് പ്രൊവൈഡിങ് പ്രൈമറി എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ് ഇൻ എ വില്ലേജ് ഓർ എക്സിക്യൂട്ടീവ് പൊസിഷൻസ് ഫോർ വിമൻ ഇൻ ബിസിനസ് അല്ലേ. നമ്മൾ എന്തിനെക്കുറിച്ച് സംസാരിച്ചാലും കുട്ടികൾക്ക് അല്ലെങ്കിൽ ലേഡീസിന് പ്രാഥമികമായ വിദ്യാഭ്യാസം കൊടുക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചാലും നല്ല സ്ഥാനങ്ങൾ കൊടുക്കണമെന്ന് വിചാരിച്ചാലും നമ്മളെല്ലാവരും സ്ത്രീകൾ മുന്നോട്ട് വരണം അല്ലേ. ദേ ഷുഡ് ഡെയർ ദ ഡിഫറൻസ്. It is time to create a world where all women can meet their potential without impediment. അതായത് സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള കഴിവുകൾ പുറത്തെടുക്കാൻ പറ്റണം വിത്തൗട്ട് ഇമ്പിഡിമെൻറ്റ്. എന്താ ഇമ്പിഡിമെൻറ്റ്? തടസ്സം കൂടാതെ. ഓർ പ്രെജുഡിസ്, പ്രതിസന്ധികളില്ലാതെ. ആൻഡ് ദ വേൾഡ് വിൽ റീപ്പ് ദ ബെനിഫിറ്റ്സ്. സ്ത്രീകൾക്ക് അവസരം ഒരുക്കി കൊടുത്തു നോക്കി അല്ലേ. ഈ ലോകം നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ ലോകത്തിന് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് കൊയ്തെടുക്കാം. ദ 3 L's വിൽ ഹെൽപ്പ് us ടു ഗെറ്റ് ദെയർ. ഈ 3 Lകളിലൂടെ നമുക്ക് അവിടെ എത്തിച്ചേരാം. അതായത് സ്ത്രീകൾക്ക് അവസരം ഒരുക്കി കൊടുക്കുന്നതിലൂടെ നമ്മുടെ രാജ്യത്തിന് ഒരുപാട് നേട്ടമുണ്ടാവുമെന്ന് പറയുന്നത്. ഇഫ് യു ഡെയർ ദ ഡിഫറൻസ് വിൽ ഡെലിവർ. നമുക്ക് ധൈര്യമുണ്ടെങ്കിൽ, ഈ ഒരു മാറ്റം ഉൾക്കൊള്ളാൻ ധൈര്യമുണ്ടെങ്കിൽ ആ മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും അല്ലേ. സ്ത്രീകൾക്കൊരു അവസരം ഒരുക്കി കൊടുത്തു നോക്കൂ അല്ലേ. താങ്ക് യു വെരി മച്ച്. ഒരു നന്ദിയോടു കൂടിയാണ് അവർ ഈ സ്പീച്ച് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് 3 L's ഓഫ് എംപവർമെൻ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. വളരെ രസകരമായ, അതായത് വളരെ പരീക്ഷയ്ക്ക് നമുക്ക് സ്ത്രീകളെക്കുറിച്ച് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതിയത് അല്ലെങ്കിൽ നടത്തിയൊരു സ്പീച്ചാണിത്. അതുകൊണ്ട് വിമൻ എംപവർമെൻറ്റിനെ കുറിച്ചൊരു സ്പീച്ച് സ്ഥിരമായ എക്സാമിന് ചോദിക്കാറുണ്ട്. March 8 ഈസ് സെലിബ്രേറ്റഡ് ആസ് ഇൻ്റർനാഷണൽ വിമൻസ് ഡേ. അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് ആഘോഷിക്കുന്നത് March 8 ആണ്. ഓക്കെ, അത് ആ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്നൊരു സ്പീച്ച്. അപ്പോൾ 3 L's ഇത്രയേ ഉള്ളൂ. അപ്പോൾ വിച്ച് ആർ ദ 3 L's
യൂസ്ഡ് ഫോർ വിമൻ എംപവർമെൻറ്റ്. ഏതൊക്കെയാണ്? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. അതിനെക്കുറിച്ച് ഒരു സ്പീച്ച് ഞാൻ നിങ്ങൾക്ക് തരും. അത് പഠിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോഴത്തേക്ക് എഴുതാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു മനോഹരമായ കവിതയാണ് എനി വുമൺ ബൈ കാതറിൻ ടിനാൻ. കാതറിൻ ടിനാൻ എന്ന് പറയുന്ന കവയിത്രി എഴുതിയ ഒരു എനി വുമൺ എന്ന് പറയുന്ന ഒരു പോമാണ് പഠിക്കാൻ പോകുന്നത് അല്ലേ. ഞാൻ പറഞ്ഞു ഇത് കൂടുതലും സ്ത്രീ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട യൂണിറ്റാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എനി വുമൺ, വാട്ട് ഈസ് യുവർ കോൺസെപ്റ്റ് ഓഫ് ഫ്രീഡം? നിങ്ങളുടെ ആശയത്തിൽ എന്താണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ? വെൻ ഡസ് എ പേഴ്സൺ എൻജോയ് റിയൽ ഫ്രീഡം? എപ്പോഴാണ് ഒരു വ്യക്തി യഥാർത്ഥ സ്വാതന്ത്ര്യം ആസ്വദിക്കുക? ഡു വിമൻ എൻജോയ് റിയൽ ഫ്രീഡം? സ്ത്രീകൾ യഥാർത്ഥ സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നുണ്ടോ? വിമൻ സപ്പോർട്ട് എ ഫാമിലി ബട്ട് ആർ ദേ റിയലി സപ്പോർട്ടഡ് ബൈ ദ ഫാമിലി? സ്ത്രീകളെ പലപ്പോഴും കുടുംബത്തെ നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ അമ്മ അല്ലെങ്കിൽ സഹോദരി ചെയ്യുന്ന സഹായങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ, പക്ഷേ നമ്മുടെ കുടുംബത്തിൽ നിന്ന് അവർക്ക് സപ്പോർട്ട് ലഭിക്കുന്നുണ്ടോ? ഡു വിമൻ ഷെയർ ഈക്വൽ സ്റ്റാറ്റസ് വിത്ത് മെൻ? പുരുഷന്മാരുടെ അതേ സ്റ്റാറ്റസ് സ്ത്രീകൾക്ക് ലഭിക്കുന്നുണ്ടോ? കുറേ ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഈ കവിത തുടങ്ങുന്നത്, എനി വുമൺ. അത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് എഴുത്തുകാരിയെക്കുറിച്ചൊന്ന് നോക്കാം. കാതറിൻ ടിനാൻ. ഷീ വാസ് ബോൺ ഇൻ 1859. 1859 അവർ ജനിച്ചത്. ഈസ് ആൻ ഐറിഷ് ബോൺ റൈറ്റർ നോൺ മെയിൻലി ഫോർ ഹെർ നോവൽസ് ആൻഡ് പോയട്രി. ഒരുപാട് കവിതയും ഒപ്പം എഴുതിയതാണ്, നോവൽസൊക്കെ എഴുതിയിട്ടുണ്ട്. ഷീ ഹാസ് ടു ഹെർ ക്രെഡിറ്റ് മോർ ദാൻ എ സ്കോർ ഓഫ് നോവൽസ് ആൻഡ് 7 books of വേഴ്സ്. ഷീ യൂഷ്വലി റോട്ട് അണ്ടർ ദ നെയിം കാതറിൻ ടിനാൻ ഹിങ്സൺ. അപ്പോൾ ഈ ഒരു പേരിലാണ് അവർ സ്ഥിരമായി എഴുതിക്കൊണ്ടിരിക്കുന്നത്, കാതറിൻ ടിനാൻ ഹിങ്സൺ. ഹർ ഹ്യൂമൻ സിമ്പതി ഈസ് കീൻ, ടെൻഡർ, വാം ആൻഡ് കോൺസ്റ്റൻറ്റ്. The poem Any Woman presents the all-embracing power of a woman to hold a family together. ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു സ്ത്രീ എടുക്കുന്ന എഫേർട്സ് എന്തെല്ലാം ചെയ്യുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു കവിതയിലൂടെ പറയുന്നത്. ഈ ഒരു കവിതയിൽ മെറ്റഫറിക്കൽ യൂസേജാണ്. മെറ്റഫർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രണ്ട് വ്യത്യസ്തമായ വസ്തു ഒന്നാണെന്ന് പറയുന്ന ഒരു അലങ്കാരമാണ് മെറ്റഫർ എന്ന് വിളിക്കുന്നത്. മലയാളത്തിൽ രൂപകം എന്നൊക്കെ പറയും അല്ലേ. രണ്ട് വ്യത്യസ്തം. ഇവിടെ സ്ത്രീയെ വീടായിട്ട് സങ്കല്പിച്ചേക്കാണ്. സ്ത്രീയും വീടും ഒരു സാമ്യതയില്ല അല്ലേ, എങ്കിലും രണ്ടും ഒന്നാണെന്ന് പറയുകയാണ് അല്ലേ. ഒരു വീട് നമ്മൾ എങ്ങനെയെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അതുപോലെ സ്ത്രീ, നമ്മുടെ വീട്ടിലെ സ്ത്രീ എന്ന് പറയുന്നവരാണ് അമ്മ അല്ലേ, നമ്മൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് എനി വുമൺ എന്ന് പറയുന്ന ഫോം. കവിതയിലോട്ട് പോകാൻ നമുക്ക്. ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്, ദ കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച് ആം ഐ. ടേക്ക് മീ അവേ ആൻഡ് റൂഫ് ആൻഡ് വാൾ വുഡ് ഫാൾ ടു റൂയിൻ മീ അറ്റർലി. I am the fire upon the hearth. I am the light of the good sun. I am the heat that warms the earth, which else were colder than a stone. At me the children warm their hands. I am their light of love alive. Without me cold the hearthstone stands, nor could the precious children thrive. I am the twist that holds together the children in its sacred ring. They are not of love from those whose close tether no lost child goes a wandering. I am the house from floor to roof. I deck the walls, the board I spread. I spin the curtains, warp and woof, and shake the down to be their bed. I am their wall against all danger, their door against the wind and snow. Though whom a woman laid in a manger, take me not till the children grow. I am the pillars of the house. ഞാൻ പറഞ്ഞു, സ്ത്രീ എന്തായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്ന കവിതയിൽ? വീടായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. I am the pillars of the house, the keystone of the arch am I. Take me away, and a roof and a wall would fall into ruin me utterly. അപ്പം ഞാൻ പറഞ്ഞു എന്താണ്, സ്ത്രീയെ ഒരു വീടായിട്ടാണ് സങ്കല്പിച്ചേക്കുന്നത് അല്ലേ. ഇപ്പം വീട്ടിലെ പല ഭാഗങ്ങളായിട്ട്. അപ്പോൾ ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്, ഞാനാണ് വീടിൻ്റെ തൂണ് അല്ലേ. നെടും തൂണ് ഞാനാണ്. നമുക്കറിയാം വീടിൻ്റെ നെടുന്തൂൺ പോയി കഴിഞ്ഞാൽ വീട് പൂർണ്ണമായിട്ട് നശിക്കും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് വ്യത്യസ്തമായ വസ്തുവാണ് സ്ത്രീയും വീടുമായിട്ട്. ഇപ്പോൾ വീട്ടിലെ നെടുന്തൂണാണ് ഞാൻ സ്ത്രീയെ എന്തായിട്ട് വീടിൻ്റെ തൂണായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. എന്ത് ഫിഗർ ഓഫ് സ്പീച്ചാണ്?
മെറ്റഫർ. രണ്ട് വ്യത്യസ്തമായ വസ്തു ഒന്നാണെന്ന് പറയുന്നതിനെ മെറ്റഫർ എന്നാണ് പറയുന്നത്. ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്. ഞാനാണ് വീടിൻ്റെ തൂണുകൾ. ദ കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച് ആം ഐ. ഇതാണ് വീടിൻ്റെ മൂലക്കല്ലാണ് ഞാൻ. കീ സ്റ്റോൺ ആണ്. ടേക്ക് മീ എവേ ആൻഡ് റൂഫ് ആൻഡ് വാൾ വുഡ് ഫാൾ ടു റൂയിൻ മീ അറ്റർലി. എടുത്തു കഴിഞ്ഞാൽ, അതായത് ഒരു വീടിൻ്റെ നെടുന്തൂണും മൂലക്കല്ലൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? പൂർണ്ണമായും ആ ഭിത്തിയും മേൽക്കൂരയും നിലം പതിക്കും. കംപ്ലീറ്റ് ആയിട്ട് റൂയിൻ നശിക്കും. ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്, ദ കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച് ആം ഐ, ടേക്ക് മീ എവേ ആൻഡ് റൂഫ് ആൻഡ് വാൾ വുഡ് ഫാൾ ടു റൂയിൻ മീ അറ്റർലി. അപ്പോൾ അത് ഡൗട്ടില്ലല്ലോ. നെക്സ്റ്റ് സ്റ്റാൻസ. ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹാർത്ത്, I am the light of the good sun, I am the heat that warms the earth, which else were colder than a stone. I am the fire upon the hearth. ഞാനാണ് അടുപ്പിലെ തീ. I am the light of the good sun. സൂര്യൻ്റെ ആ പ്രകാശമാണ് ഞാൻ. I am the heat that warms the earth. ഭൂമിയെ ചൂട് പിടിപ്പിക്കുന്ന താപമാണ് ഞാൻ. Which else were colder than a stone. അല്ലേ? ഇപ്പം ഞാൻ ഈ ചൂടാകുന്ന ഞാനില്ലെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും? ഭൂമി പോലും തണുത്ത് മരവിച്ചൊരു കല്ലായി മാറും. അല്ലേ? അപ്പം സ്ത്രീ നമുക്കെല്ലാവർക്കും ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നതാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ പല അർത്ഥത്തിന് ഒരുപാട്, വേർഡിന് ഒരുപാട് മീനിങ്സ് ഉണ്ടല്ലേ. അപ്പം അപ്പം ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹാർത്ത്. അടുപ്പിലെ തീയാണ് ഞാൻ. ഇതൊക്കെ എൻ്റെ ഫിഗർ ഓഫ് സ്പീച്ചാണ്, മെറ്റഫർ. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ. സൂര്യൻ്റെ പ്രകാശമാണ് ഞാൻ. ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത്. ഭൂമിയെ ചൂട് പിടിപ്പിക്കുന്ന താപമാണ് ഞാൻ. വിച്ച് എൽസ് വെയർ കോൾഡർ ദാൻ എ സ്റ്റോൺ. ഞാൻ ഇല്ലെന്നുണ്ടെങ്കിൽ എന്തായി മാറും? ഇത് പൂർണ്ണമായിട്ടും തണുത്ത് മരവിച്ച ഒരു കല്ലായി മാറും. അറ്റ് മീ ദ ചിൽഡ്രൻ വാം ദെയർ ഹാൻഡ്സ്, ഐ ആം ദെയർ ലൈറ്റ് ഓഫ് ലവ് എലൈവ്. വിത്തൗട്ട് മീ കോൾഡ് ദ ഹാർത്ത് സ്റ്റോൺ സ്റ്റാൻഡ്സ്, nor could the precious children thrive. At me the children warm their hands. എന്നിൽ നിന്നുമാണ് കുട്ടികൾ, അവരുടെ കൈ എന്താണ് നമുക്കറിയാം, തണുപ്പ് കൂടുന്ന സമയത്ത് നമ്മൾ കൈ ചൂടാക്കാറുണ്ടല്ലേ. അതായത് കുട്ടികൾക്ക് സ്ത്രീകളല്ലേ അമ്മയാണ് അല്ലെങ്കിൽ സുഖവും ഊഷ്മളതയൊക്കെ നൽകുന്നത്. ഐ ആം ദെയർ ലൈറ്റ് ഓഫ് ലവ് എലൈവ്. അവരുടെ ജീവിച്ചിരിക്കുന്ന സ്നേഹത്തിൻ്റെ വെളിച്ചമാണ് അമ്മ അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്നത്. വിത്തൗട്ട് മീ, സ്ത്രീ ഇല്ലെന്നുണ്ടെങ്കിൽ, അമ്മ ഇല്ലെന്നുണ്ടെങ്കിൽ അല്ലേ, കോൾഡ് ദ ഹാർത്ത് സ്റ്റോൺ സ്റ്റാൻഡ്സ്, നോർ കുഡ് ദ പ്രഷ്യസ് ചിൽഡ്രൻ ത്രൈവ്. ഞാൻ പറഞ്ഞു അല്ലേ, എന്താണ് ആ ഒരു തണുത്ത് മരവിച്ച കല്ല് പോലെ ഒരിക്കലും നമ്മുടെ എല്ലാ കുട്ടികളും പ്രഷ്യസാണ് അല്ലേ. എന്താണ് ആ കുട്ടികൾ, അങ്ങനെ പ്രഷ്യസ് ആയിട്ടുള്ള കുട്ടികൾ പോലും എന്ത് ചെയ്തില്ല? നോർ കുഡ് ദ പ്രഷ്യസ് ചിൽഡ്രൻ ത്രൈവ് ഫറിഷ്, ഗ്രോ ചെയ്യില്ല. അപ്പം ഒരു വീട്ടിൽ സ്ത്രീ ഇല്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീയുടെ അഭാവം ഉണ്ടെന്നുള്ള കുട്ടിയുടെ നന്നായി അത് സ്വാധീനിക്കും, ഒരുപാട് പല മോശപ്പെട്ട രീതിയിൽ ബാധിക്കാറുണ്ടല്ലേ. ഐ ആം ദ ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ്സ് ടുഗദർ ദ ചിൽഡ്രൻ ഇൻ ഇറ്റ്സ് എ സേക്രഡ് റിംഗ്, ദേ ആർ നോട്ട് ഓഫ് ലവ് ഫ്രം ഹൂസ് ക്ലോസ് ടെതർ നോ ലോസ്റ്റ് ചൈൽഡ് ഗോസ് എ വണ്ടറിങ്. ഐ ആം ദ ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ്സ് ടുഗദർ. ട്വിസ്റ്റ് എന്താണ്? കുട്ടികളെ, അതായത് എന്താണ്, കുട്ടികളെ എങ്ങും ഓടിപ്പോകാതെ. ഐ ആം ദ ട്വിസ്റ്റ് ഓഫ് ദാറ്റ് ഹോൾഡ്സ് ടുഗദർ. നമ്മൾ ഇതിനൊക്കെ വള്ളിപ്പടർപ്പൊക്കെ ചുറ്റിപ്പിണഞ്ഞിരിക്കുന്നുണ്ടില്ലേ അല്ലേ. ട്വിസ്റ്റ് എന്ന് പറയുന്നത് ക്രീപ്പേഴ്സിൻ്റെയൊക്കെ, അതായത് ക്രീപ്പേഴ്സൊക്കെ അറിയുന്ന ഇവിടെ ഞങ്ങൾക്ക് അതൊക്കെ ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞ് നിൽക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഒരു പിടുത്തമാണ് പാരൻസ് അല്ലെങ്കിൽ നമ്മുടെ ഈ എന്തെന്ന് പറയുന്നത് സ്ത്രീകൾ അല്ലെങ്കിൽ അമ്മ സഹോദരിയുടെയൊക്കെ ബന്ധം എന്ന് പറയുന്നത്. ദ ചിൽഡ്രൻ ഇൻ ഇറ്റ് സേക്രഡ് റിംഗ്. കുട്ടികൾ ആ വിശുദ്ധമായ റിങ്ങിനകത്താണ്, വലയത്തിനുള്ളിലാണല്ലേ. അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? വലയം പൊട്ടിച്ചു പോകാൻ കഴിയില്ല. ദേ ആർ നോട്ട് ഓഫ് ലവ്. കുരുക്ക് തന്നെയാണ്, പക്ഷെ എന്തിൻ്റെ കുരുക്കാണ്? സ്നേഹത്തിൻ്റെ കുരുക്ക്. ഫ്രം ക്ലോസ് ടെതർ അല്ലേ, ഏറ്റവും മുറിവേൽപ്പിക്കുന്ന കയറല്ല, ഏറ്റവും സ്നേഹം നിറഞ്ഞ വള്ളികൾ കൊണ്ട് ഉണ്ടാക്കിയ വലയത്തിനുള്ളിലാണ് കുട്ടികൾ. നോ ലോസ്റ്റ് ചൈൽഡ് ഗോസ് എ വാണ്ടറിങ്. ആ ഒരു വള്ളിപ്പടർപ്പിൽ നിന്നും, സ്നേഹമാകുന്ന വള്ളിപ്പടർപ്പിൽ നിന്നും കുട്ടികൾക്കൊരിക്കലും അകന്നു പോകാൻ സാധിക്കില്ല. ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്, ദ കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച് ആം ഐ, ടേക്ക് മീ എവേ
Take me away, and roof and wall would fall to ruin me utterly. I am the fire upon the hearth. I am the light of the good sun. I am the heat that warms the earth, which else were colder than a stone. At me children warm their hands. I am their light of love alive. Without me cold the hearthstone stands, nor could the precious children thrive. I am the twist that holds together the children in its sacred ring. They are not of love, from whose close tether no lost child goes a wandering. അപ്പോൾ ഇത്രയും ഡൗട്ട് ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഇത് വീഡിയോ നമ്മൾ ഒന്ന് പ്ലേ ചെയ്ത് കേൾക്കുക. ഓക്കെ, അടുത്ത ലൈനിലോട്ട് പോകാം. നമുക്ക് നെക്സ്റ്റ് ആൻസറിലോട്ട് പോകാം. ഐ ആം ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്. ഐ ഡെക്ക് ദ വാൾസ്, ദ ബോർഡ് ഐ സ്പ്രെഡ്. I spin the curtains, warp and woof, and shake the down to be their bed. I am their wall against all danger, their door against the wind and snow. Thou whom a woman laid in a manger, take me not till the children grow. I am the house from floor to roof. ഞാനാണ് വീട് അല്ലേ? ഞാൻ പറഞ്ഞു സ്ത്രീ എന്താണ് സങ്കല്പിച്ചിരിക്കുന്ന വീടായിട്ട്. ഫ്രം ഫ്ലോർ ടു റൂഫ്, തറ മുതൽ മേൽക്കൂര വരെ ഞാൻ തന്നെയാണ്. ഐ ഡെക്ക് ദ വാൾസ്, ഞാൻ എന്ത് ചെയ്യുന്നു? ആ ഭിത്തികളെല്ലാം ഞാൻ അലങ്കരിക്കുന്നു. ദ ബോർഡ് സ്പ്രെഡ്, ഐ സ്പിൻ ദി കർട്ടൻസ്, കർട്ടൻസ് എല്ലാം ഊടും പാവും നെയ്യുക, കർട്ടൻസ് എല്ലാം റെഡിയാക്കുന്ന എല്ലാം ഞാൻ തന്നെയാണ്. വീടിൻ്റെ A to Z കാര്യം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ആൻഡ് ഷേക്ക് ദ ഡൗൺ ടു ബി ദിയർ വുഡ്. ഐ സ്പിൻ ദ കർട്ടൻസ്, വാപ്പ് ആൻഡ് വൂഫ്, ആൻഡ് ഷേക്ക് ദ ഡൗൺ ടു ബി ദിയർ ബെഡ്. ചുരുക്കം പറഞ്ഞാൽ വീട്ടിലെ എന്താണ് അടിത്തറ മുതൽ അല്ലെങ്കിൽ ഫ്ലോർ മുതൽ റൂഫ് വരെയുള്ള കാര്യങ്ങളെല്ലാം അല്ലേ, നമ്മളെ കിടക്കത്തി വിരിക്കുന്നത്, നമ്മുടെ കർട്ടൻ ഡെക്കറേറ്റ് ചെയ്യുന്നത്, നമ്മുടെ A to Z കാര്യങ്ങളെല്ലാം നോക്കുന്നത് അമ്മ തന്നെയാണ്, സ്ത്രീ തന്നെയാണ്. ഐ ആം ദിയർ വാൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ. കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള അപകടങ്ങൾക്കും എതിരായിട്ടുള്ളൊരു ഭിത്തി തന്നെയാണ് വീട്. നമ്മളെ അപകടത്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതുപോലെ സ്ത്രീ അമ്മ നമ്മളെന്ത് ചെയ്യുന്നു? എല്ലാ തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ദേ ഡോർ അഗെയിൻസ്റ്റ് ദ വിൻഡ് ആൻഡ് സ്നോ. കാറ്റും മഞ്ഞും വീഴാതിരിക്കാനുള്ള ഒരു ഭിത്തി തന്നെയാണ് ഞാൻ. ദോ ഹൂം എ വുമൺ ലേഡ് ഇൻ എ മാങ്കർ, ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. നമുക്കറിയാമല്ലേ എന്താണ്? പുൽത്തൊട്ടിലിൽ ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. ഇവിടെ എന്തൊരു പരാമർശമാണ് പറയുന്നത്? ഇൻഡയറക്റ്റായിട്ട് നമ്മുടെ ജീസസ് ക്രൈസ്റ്റിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത് അല്ലേ? ഒരു പ്രെയറോട് കൂടിയാണ് അവസാനം ആ കവിത അവസാനിക്കുന്നത്. ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. ദൈവമേ അല്ലേ, എന്താണ്? എൻ്റെ കുഞ്ഞുങ്ങൾ വലുതാവുന്നത് വരെ എന്നെ ഇവിടെ നിന്ന് ഭൂമിയിൽ നിന്ന് വിളിക്കരുതേ, എനിക്ക് ആയുസ് തരണമേ എന്ന പ്രാർത്ഥനയോടെയാണ് ഈ കവിത അവസാനിക്കുന്നത്. ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. എന്നെ ഇവിടെ നിന്ന് വിളിക്കരുതേ. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള കവിത എന്ന് പറയുന്നത്. മാങ്കർ എന്ന് പറഞ്ഞാൽ പുൽത്തൊട്ടിലിന് അർത്ഥം കേട്ടോ. അപ്പം ഇത്രയുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് പാഠങ്ങളാണ് തീർത്തത്. അപ്പോൾ ഒന്നാമത്തെ പാഠം നമ്മൾ പഠിച്ചതായിരുന്നു 3 L's ഓഫ് എംപവർമെന്റ്. അതായത് സ്ത്രീ ശാക്തീകരണത്തിന് 3 L'കൾ അത്യാവശ്യമാണ്. ഏതൊക്കെയാണ് 3 L'കൾ? ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. അതുപോലെ തന്നെ സെക്കൻഡ് ലെസൺ എന്ന മനോഹരമായ കവിതയാണ് എനി വുമൺ. സ്ത്രീയെ ഒരു വീടായിട്ട് സങ്കല്പിച്ചിരിക്കുന്നു. അതിൽ പറയുന്നുണ്ട്, നമ്മുടെ മെറ്റഫറിക്കൽ യൂസേജ് ആണ് അല്ലേ? കാരണം ഒരു സ്ത്രീയെ വ്യത്യസ്തമായ പല വസ്തുക്കളായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്. എ വുമൺ ഈസ് ദ സെൻട്രൽ പില്ലർ ഓഫ് ദ ഹൗസ്, കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച്, അല്ലെങ്കിൽ ദ ഹാർത്ത് സ്റ്റോൺ. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള കമ്പാരിസൺസ് നടക്കുന്നത്, എല്ലാം മെറ്റഫറിക്കൽ യൂസേജ് ആണ്. അപ്പം മനോഹരമായ ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് ആ കവിത അവസാനിക്കുന്നത്. എന്താണ്? ഞാൻ എൻ്റെ കുട്ടികൾ വലുതാകുന്നത് വരെ എന്നെ ഭൂമിയിൽ നിന്നും എടുക്കരുതേ, അല്ലെങ്കിൽ എന്നിലേക്ക് മരണം ഉണ്ടാവരുതേ, അല്ലെങ്കിൽ വരരുതേ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് ഈ കവിത അവസാനിക്കുന്നത്. ഇപ്പൊ മൊത്തം മനോഹരമായ 2 പാഠങ്ങൾ നമ്മൾ തീർത്തു. അപ്പൊ ഏതൊക്കെയാണ് 3 L's ഓഫ് എംപവർമെന്റ്? അതായത് കീ ഫാക്ടേഴ്സ്, അതായത് വിമൻ എംപവർമെന്റ് കീ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. അതുപോലെ തന്നെ എനി വുമൺ, സ്ത്രീയെ ഒരു വീടായിട്ട് സങ്കല്പിച്ചു. വീട് നമ്മൾ എങ്ങനെയാണോ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അതുപോലെ സ്ത്രീ അല്ലേ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ യൂണിറ്റ് സ്ത്രീ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു പുതിയ പാഠവുമായിട്ട് മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.